എങ്ങനെയുണ്ട് ശിവൻ ജോലിയെല്ലാം? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊള്ളാം. പിന്നൊരു കാര്യം, ഇന്ന് രാത്രി സിമന്റ് വരും. അതൊന്ന് ഇറക്കി വെപ്പിച്ചിട്ട് വേണം ശിവൻ പോകാൻ. വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നവനാണ് ഞാൻ. അതെന്തായാലും ശരി. ഇന്നും നമ്മളെ കൊല്ലിക്കാനുള്ള വഴി വെച്ചിട്ടാ മുതലാളി പോയിരിക്കുന്നു. കേൾക്കട്ടോ, സാറ് കേൾക്കാനല്ലേ പറഞ്ഞത്? എന്താ കാര്യം? ഒരു ഒടുക്കത്തെ പണിയെടുപ്പിക്കില്ല സാറേ. ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം ഇനി അർദ്ധരാത്രി വരെ സിമന്റ് ഇറക്കാൻ. അതിനെന്താ, ഓവർ ടൈം കിട്ടില്ലേ? എന്തോന്ന് ഓവർ ടൈം സാറേ? രാവും പകലും ജോലി ചെയ്ത് 8 രൂപ കിട്ടും, അത്ര തന്നെ. ഇട്ടെറിഞ്ഞിട്ട് പോവാന്ന് വെച്ചാ വേറെ എന്ത് ജോലി ചെയ്യാനാ? കുടുംബം നോക്കണ്ടേ? അതുകൊണ്ടാണ് 4 മണിക്ക് പണിയെടുക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? അമ്മേ, മോനെന്താ അത്ര താമസിച്ചത്? കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. വല്ലതും കഴിച്ചോ? ആ, കഴിച്ചു. എനിക്കറിയാം മോനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. അമ്മേ, സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ കടകളൊക്കെ അടയ്ക്കും. പിന്നെ നീ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. അത്താഴപ്പട്ടിണി കിടന്നുകൂടാ. ഇത് കഴിക്കേ. ഒരു പിടി ചോറേ ഉള്ളൂ. അത് ഞാൻ വെള്ളം ഒഴിച്ചു പോയി. സാരമില്ലതേ, ഇത്തിരി ഉപ്പിലിട്ടതുകൊണ്ട്. മോന് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ എന്നിട്ട് പോടാ അവിടുന്ന്. പാൽപ്പായസം കൂട്ടി കഴിച്ചെങ്കിലേ അവൻ ഇറങ്ങും. ഞാൻ പാൽപ്പായസം വേണമെന്ന് പറഞ്ഞില്ലല്ലോ. സാമ്പാർ ഇഷ്ടമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാലേ എന്റെ മോനെ ഉപ്പിലിട്ടത് കൂട്ടി കഴിച്ചോളൂ. അമ്മയുടെ മോനല്ലേ? കഴിച്ചു. കഴിക്കും മോനെ. മോനിങ്ങനെ കടകളിൽ നിന്നും തിന്നും തിന്നാതെയും കഴിഞ്ഞ ജോലി ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇവിടെ വെച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അത് ശരിയാവില്ല. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആഹാരം തരാം. പക്ഷേ 4 കൂട്ടം ചേർത്ത് വെക്കാൻ. അയ്യോ, എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കരുതണ്ട. അമ്മ കഴിക്കുന്നത് മതി എനിക്ക്. പക്ഷേ കാലത്തും നേരത്തും വന്ന് കഴിക്കണം. അപ്പൊ ഞാൻ വരട്ടെ. കാഞ്ഞു വച്ചേച്ചു പോടോ. നിങ്ങൾ കുറെ നാളായല്ല വിരുന്ന് വരണ പോലെ ചായയും കുടിച്ച് കയ്യും വീശിക്കൊണ്ട് പോയാല് ഈ ചായപ്പണി പഞ്ചാര അവിടെ ഉണ്ടാക്കും. അതിന് നിങ്ങൾ എത്ര ബഹളം വെക്കണെന്തിനാ? ഈ പരസഹായം തങ്കപ്പൻ നേരും നെറിവുള്ളവനാ. തരാന്ന് പറഞ്ഞാൽ തരും. എന്നാ കാഞ്ഞു വച്ചേച്ചു പോ. എന്റെ പറ്റത്രേ. പേരെന്താണ്? പരസഹായം തങ്കപ്പൻ. തൊരപ്പം ഭാസ്കരൻ, വാടക വാസു, മജീന്ദ്രൻ, പരസഹായം തങ്കപ്പൻ. 3 രൂപ 25 പൈസ. ഇത്രേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി 5 രൂപ മമ്മൂക്കാരുടെ കയ്യിൽ ഞാൻ കൊണ്ട് തരും. അപ്പൊ 1.25 രൂപ മമ്മൂക്ക എനിക്ക് ഇങ്ങോട്ട് തരണം. കാശായിട്ട് വേണ്ട, ഞാൻ ചായ കുടിച്ച് തീർത്തോളാം. നിങ്ങൾ കണക്ക് പഠിപ്പിക്കാണ്. പഴയ ആൾക്കാരല്ലേ ജമാലുട്ടി, കണക്കൊന്നും വലിയ പിടിയുണ്ടാവില്ല. അപ്പൊ 1.25 രൂപ എനിക്ക് ഇങ്ങോട്ടാ തരേണ്ടത് അല്ലേ മമ്മൂക്ക? ഓൻ എന്ത് കണക്കാണ് ഈ പറയണെന്ന് ഞമ്മക്കൊരു പിടിയില്ല. 5 രൂപ തരുമ്പോഴേ. തരുമ്പോ ശരി. തരുമ്പോഴല്ലേ? തന്നില്ലല്ലോ. ഇല്ല, പണം തന്നിട്ട് പോയാൽ മതി. ഇവിടെ എനിക്ക് ഇരിക്കാമല്ലോ. അതിനെന്താ പ്രയാസം? ജമാലുട്ടി, കടുപ്പത്തിലൊരു ചായ. ഇപ്പോൾ അത് പോരാഞ്ഞിട്ടോ? എനിക്കല്ലെന്ന്, സാറിന്. ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരുടെയും പറ്റൊന്നാ. വരി സാറേ വരി. ജമാലേ, സാറിന് കടുപ്പത്തിൽ ചായ എടുക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല മമ്മൂക്ക, ഇങ്ങനെ പോകുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. എന്താ പേര്? അവൻ പറയും, അവൻ കുറെ പറയോന്ന്. അവനും ഉണ്ടാൻ പറ്റൂല, നാവില്ല. അവൻ കിളിപാടും പോലെ വർത്തമാനം പറഞ്ഞിരുന്നതാ. അമ്മ അവന്റെ നാക്കറുത്ത് കളഞ്ഞു. നാവറക്കുകയോ? ഏതമ്മ? തങ്കവരുടെ അച്ഛൻ പറഞ്ഞതാ. ഒരു ദിവസം അർദ്ധരാത്രി ആരും കാണാതെ ഇവൻ അമ്പലക്കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി. ഭഗവതി പള്ളിനീരാട്ടിനിറങ്ങിയ സമയവും ദേവീന്റെ വിടണു. തൃശൂലം കൊണ്ട് ദേ നാക്ക് പിടിച്ച് നാക്കിന്റെ താഴെ ഇറങ്ങും. കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇനി വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇതും ഇതിനപ്പുറവും വിശ്വസിക്കുന്നവരായി ഈ നാട്ടുകാർ. ദേവി മഹാമായേ, നീ ഇവിടെ വന്നിരിക്കുകയാണോ?
മുതലാളി നിന്നെ അവിടെ കാത്തിരിക്കുന്നു. ഞാൻ ഇരുന്നതല്ലോ, എന്നെ ഇരുത്തിയതല്ലേ. എന്നാ ചെല്ലേ. എന്തിനാ ഇത്രയധികം ഫോട്ടോ എടുക്കുന്നത്? കാണാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ തങ്കമണിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ. അപ്പോ രവിയേട്ടന്റെ ഒരു ഫോട്ടോ എനിക്കും തരുമോ? അയ്യോ, നിനക്ക് എന്തിനാ എന്റെ ഫോട്ടോ? എപ്പോ കാണുമെന്ന് വിചാരിച്ചാലും ഞാൻ എന്റെ മുമ്പിലെത്തൂലേ? രവിയേട്ടൻ വെറുതെ പറയുക. ഈ കാണുമ്പോഴത്തെ സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം. അയ്യോ എന്റെ തങ്കമണി, ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാം? വാസ്തവത്തിൽ നിന്നെ കാണാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ രോഗം കുറച്ച് കൂടുതലാ. അതിന് ഇങ്ങനെ അച്ഛനില്ലാത്തപ്പോഴല്ല വരേണ്ടത്, അച്ഛനുള്ളപ്പോ തന്നെ വരണം. അയ്യോ, അത് അപകടമല്ലേ? പെണ്ണ് ചോദിക്കാൻ വരുന്നത് ആപത്താണ്. നമ്മുടെ വിവാഹം അവരൊക്കെ പണ്ടേ നിശ്ചയിച്ചിരിക്കുന്നതാണ്. അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ നമ്മുടെ ശ്രീദേവിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ട് നീ വിചാരിച്ചാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇവിടെ നീ ഒരു പരസഹായക്കാരനാണ്. നിന്റെ മോഹം കണ്ടറിഞ്ഞൂടെ? പറയാതെ ആടുന്നവനാണ്. ഇരിക്കല്ലേ? ഇരിക്കല്ലേ? ചാടുക ചാടുക നാം കിണറ്റിൽ. അല്ല ജയിക്കുഞ്ഞോ? എന്താ? ആ വെളിച്ചപ്പാടിന് അച്ഛൻ അന്വേഷിച്ചു. ഞാനിപ്പോ അവിടെ നിന്നാണല്ലോ വരുന്നത്, അല്ലേ എന്തപ്പാ? ഞങ്ങളിപ്പോ അവിടെ നിന്നല്ലേ വരുന്നത്. ആണോ? ഞാൻ വന്ന് പറയാൻ കുറച്ച് വൈകിപ്പോയി. എന്നാ ഞാൻ വരട്ടെ. മോമ്പോ. എന്നാ തങ്കപ്പം പോ, ഞാൻ ഒന്ന് മേ കഴുകട്ടെ. തങ്കമ്മയുടെ അച്ഛൻ സാവധാനം മേരി കഴിയിട്ട് വന്നാ മതി. ഞാനിവിടെ നിന്നോളാം. തങ്കു, ഈ തങ്കപ്പേരന്റെ വിളി കേൾക്കാൻ എന്റെ തങ്കമണി നിനക്ക് നാവില്ലേ? തുടങ്ങി. എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും, പറഞ്ഞേക്കാം. നിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ മേടിക്കും. ഞാനല്ലാതെ പിന്നെ ആര് വാങ്ങാനാ? ഈ തങ്കപ്പേട്ടൻ ജനിച്ചു തന്നെ നിന്റേന്ന് മേടിക്കാനല്ല എന്റെ തങ്കു. തങ്കപ്പേട്ട, എന്തോ ഈ പശുവിനൊന്ന് പുറത്തുണ്ടേ കിട്ട്. ഇതെന്ത് അൽസേഷൻ പശുവാ? ഞാൻ പോയി താക്കോലെടുത്ത് വരട്ടെ. അപ്പോ പൊതുജന സമ്പർക്കം എല്ലാം ഉണ്ടല്ലേ? ഞാൻ കെട്ടിലമ്മയൊന്നും അല്ലല്ലോ, അന്തപുരത്തിൽ തന്നെ താമസിക്കാൻ. ഇവിടെയല്ലേ താമസിക്കുന്നത്? ആ, എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞു കൂടണമല്ലോ. താമസിക്കാൻ സ്ഥലം ചോദിച്ചു വന്നപ്പോ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ നല്ല മനുഷ്യനാ. നീ ശരിക്കും പരിചയപ്പെട്ടോ? മര്യാദക്കാരനാണെന്ന് മനസ്സിലാക്കാൻ വലിയ പരിചയമൊന്നും വേണ്ട. പൂച്ചയെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ആള് ഭയങ്കരനാ. ഓഹോ, അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലേ? ചിപ്പൊടി. ശ്രീദേവി ഇവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് വാ മോളെ. അമ്മേ, ശ്രീദേവിക്ക് ശിവൻ ചേട്ടനെ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന തോന്നുന്നേ. അമ്മേ, ഇവള് വെറുതെ പറയുന്നതാ. നല്ലവനാ. ഇക്കാലത്ത് ഇങ്ങനൊരു കുട്ടിയെ കാണാൻ പ്രയാസ. എന്താ ജമാലെ, ഇന്ന് കട തുറന്നില്ലേ? തുറന്നു. പതിവ് പോലെ ബാപ്പ നമ്മളെ പുറത്താക്കുകയും ചെയ്തു. അതെന്തിനാ? ബാപ്പയ്ക്ക് കാരണം വല്ലതും വേണോ? ഞാൻ ചിലപ്പോ എനിക്ക് തോന്നിയൊക്കെ പറയും. ബാപ്പയുടെ നോട്ടത്തിൽ കൊട്ടാരത്തിൽ മുതലാളിയാ പടച്ചാൻ. അയാളെ പെരുപ്പിച്ചു പറയും എനിക്ക് പിടിക്കില്ല. ആ, മുതലാളിയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണും. ഇല്ലെങ്കിൽ വെറുതെ ആരും ഒരാളെ ദൈവമായിട്ട് കണക്കാക്കില്ലല്ലോ. പ്രയോജനം. കമ്പനിയിലെ കാര്യങ്ങള് നിങ്ങൾ ദിവസം കാണുന്നതല്ലേ. തൊഴിലാളികളെ ഞെക്കി പിടിക്കുന്നവൻ അയാള്. ശരിയാണ് ജമാലെ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജമാലിനെ പോലെ പരസ്യമായി പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. ആർക്കും നേരിട്ട് എതിർക്കാൻ കഴിയാത്തവണ്ണം അയാൾ ഈ നാട്ടുകാരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജമാൽ ഇപ്പൊ കടയിലേക്ക് ചെല്ല്. വെറുതെ വാപ്പയുമായിട്ട് വഴക്കുണ്ടാക്കരുത്. വഴക്കൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാപ്പ ഓരോരുത്തരെയായി അയക്കും എന്നെ വിളിക്കാൻ. അവസാനം ബാപ്പ തന്നെ വന്നെന്നും വരും. ദിവസത്തിൽ ഒരു നേരമെങ്കിലും വഴക്കിട്ട് പോകുന്നില്ലെങ്കിൽ എനിക്കും ബാപ്പയ്ക്ക് സമാധാനം ഉണ്ടായില്ല. അതാണ് രക്തബന്ധം, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. സാറെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചു പോകും ചിലപ്പോൾ. അപ്പൊ ജമാൽ ചെല്ലു. വാപ്പ ആളെ അയക്കുന്നതും കാത്തിരിക്കണ്ട. ഈ വാസുവിന്റെ നാക്ക് മുറിച്ചത് ഭഗവതിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഭഗവതി? അതാരോ കെട്ടിച്ചമച്ച കഥയാ സാറേ. കാരണം വേറെന്താണെന്നാ തോന്നുന്നത്. ഇവന് പറയാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഇടവൊന്നുമില്ല. ചിലപ്പോ ഈ ആൽത്തറ അല്ലെങ്കിൽ നമ്മുടെ കടത്തിണ്ണ. വാസുവിന്റെ കുടിലിരുന്നിരുന്ന സ്ഥലത്താ ഇപ്പൊ ഫാക്ടറി.
ഞാൻ കുടി വേണമെന്നോ അത് പറയാൻ നിങ്ങളാരാ? ഞാൻ കുടി വേണമെന്നോ അത് പറയാൻ നിങ്ങളാരാ? ഞാൻ കുടി വേണമെന്നോ അത് പറയാൻ നിങ്ങളാരാ? ഞാൻ കുടി വേണം. മുതലാളിക്ക് ഇവിടെ കമ്പനി പണിയാനാ. കമ്പനി പണിയാൻ എന്റെ കുടിലിരിക്കുന്ന സ്ഥലമേ കിട്ടിയുള്ളൂ. പറയുന്നതനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മുതലാളിയാണ് പറയുന്നത്. മുതലാളി അടിച്ചു തളിക്കാരൻ പരമായിരിക്കുമ്പോൾ തൊട്ടേ ഇയാളെ എനിക്കറിയാവുന്നതാണല്ലോ. വെളിച്ചപ്പാടേ, മുതലാളിക്കെതിരെ ആദ്യമായി വളഞ്ഞ നാക്ക് നിന്റേതാണ്. നിനക്കതിനി വേണ്ട. ഇക്കാര്യം ആരെങ്കിലും അറിഞ്ഞുപോയാൽ നിന്റെ ജീവനായിരിക്കും നഷ്ടപ്പെടുക. പോട്ടെ. തങ്കമണി അതിങ്ങോട്ട് എടുത്തോണ്ട് വരും. ഇനി എന്ത് ചെയ്യാനാ? കരിഞ്ചന്തയിൽ സിമെന്റ് വാങ്ങി പള്ളിക്കൂടം കെട്ടാൻ പറ്റുമോ? പെർമിറ്റ് ഉള്ളതുകൊണ്ട് കുറെ കൂടി കാക്കാം. നിങ്ങളെ മനസ്സിലായില്ലല്ലോ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ചെറുമൂട് UP സ്കൂളിന്റെ ഹെഡ്മാഷ. സിമെന്റിന് വന്നതാ. പെർമിറ്റ് ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇവിടെ സിമെന്റ് സ്റ്റോക്കിൽ എത്ര? ആര് പറഞ്ഞു സ്റ്റോക്കില്ലെന്ന്? ഇന്നലെയാണല്ലോ സിമെന്റ് വന്നത്. നിങ്ങൾ വരൂ. എന്താ നാരായണ, സിമെന്റ് സ്റ്റോക്കില്ലേ? സ്റ്റോക്കില്ല സാർ. താനത് തുറക്ക്. അത് തുറക്കാനാ പറഞ്ഞത്. പെർമിറ്റും കൊണ്ട് ആള് വന്നിട്ട് സിമെന്റ് കിട്ടാൻ പോകുന്നത് കഷ്ടമല്ലേ? ഒന്ന് തുറക്കേ. നിങ്ങൾ പെർമിറ്റ് കൊണ്ടുപോയി പണം കെട്ടിയിട്ട് വരും. വളരെ ഉപകാരം. താനെന്തിനാടോ പരിഭ്രമിക്കുന്നത്? മേ ഐ കം ഇൻ, സർ? വരൂ മിസ്റ്റർ ശിവൻ, ഇരിക്കൂ. ഇരിക്കൂ. ബിസിനസ്സിന് പല മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സിമെന്റിന്റെ പ്രശ്നം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. സാധനം സ്റ്റോക്കുള്ളപ്പോൾ പെർമിറ്റുമായി വരുന്നവരോട് ഇല്ല എന്ന് പറഞ്ഞയക്കുന്നത് മോശമല്ലേ? പ്രത്യേകിച്ചും നാട്ടുകാരുടെ കണ്ണിലൊരു ഉണ്ണിയായ മുതലാളിയുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇത് ഗോഡൌൺ കീപ്പറുടെ മാത്രം ഒരു കളിയാണെന്നാണ്. അവൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങുന്നവനാണ്. എന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കും. അല്ല, ഇതൊരു സ്കൂൾ ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ. സ്കൂളായാലും ആശുപത്രി ആയാലും പെർമിറ്റ് കൊടുക്കാൻ ഇവിടെ സിമെന്റ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരു ബാഗിന്റെ പുറത്ത് 25 രൂപയാണ് എനിക്ക് നഷ്ടം. മൊത്തം എത്ര രൂപയാണെന്ന് അറിയാമോ? ഇത്തരം കാര്യങ്ങളിൽ ഇനി നിങ്ങൾ തലയിടരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയല്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കൂടുതൽ പരിചയപ്പെടുമ്പോൾ ആദ്യത്തെ ആ സ്നേഹം അങ്ങ് പോകുന്നു. ഞാനൊരു ടൈപ്പാണല്ലേ മുരളി? വരട്ടെ. ഓ സോറി.
ഗോഡൗൺ തുറക്കൂ. സ്റ്റോക്ക് ഇല്ല സാർ. തന്നോട് തുറക്കാനാണ് പറഞ്ഞത്. എന്റെ താക്കോലില്ല സാർ. ഫാക്ടറിയിൽ ചുമതലപ്പെട്ടവർ വേറെ ആരുണ്ട്? മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. പോയി വിളിച്ചിട്ട് വരൂ. ഗോഡൗൺ റെയ്ഡ് ചെയ്യാൻ ആൾ വന്നിരിക്കുന്നു. സാറിവിടെ ഉണ്ടെന്ന് അറിയാതെ ഞാൻ പറഞ്ഞുപോയി. നിങ്ങളാണോ മാനേജിംഗ് ഡയറക്ടർ? അതെ. ഇതൊന്ന് തുറക്കൂ. വരൂ സാർ, നമുക്ക് ഓഫീസിലിരുന്ന് വേണ്ട, ഈ ഗോഡൗൺ തുറക്കൂ. തുറക്കൂ. മിസ്റ്റർ രവി, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. നിങ്ങൾ സിമന്റ് സ്റ്റോക്ക് എടുക്കൂ. ഗോഡൗൺ സീൽ ചെയ്യൂ. യെസ് സാർ. വക്കീൽ വിശ്വനാഥ മേനോനാവുമ്പോൾ ഇതിനെ പേടിക്കാനില്ല. ഇത്തരം വ്യവഹാരങ്ങൾക്കൊക്കെ അദ്ദേഹം മിടുക്കനാ. ഞാൻ ആലോചിക്കാൻ അതല്ല തങ്കമണിയുടെ അച്ഛാ, ഈ സർക്കാർ എന്ന് പറയുന്നതിന്റെ ഒരു കണ്ണുകടി. കൊട്ടാരത്തിൽ മുതലാളിയുടെ ഗോഡൌണിൽ ചിലപ്പോ സിമന്റ് ഇരിക്കും, ചിലപ്പോ തങ്കം ഇരിക്കും. അതിനിവരെന്താ ചെയ്യണം? അല്ല, കളിച്ചിരിക്കുന്ന ആരോടാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. പറഞ്ഞു. രാജ്യസ്നേഹി ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ? ലോകരക്ഷയ്ക്ക് ശിവൻ കൈലാസത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തെ രക്ഷിക്കാനാണെങ്കിൽ കൈലാസത്തിൽ തന്നെ ഇരിക്കണമെന്നില്ല, വെള്ളത്തിൽ കിടന്നാലും മതി. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ശിവൻ കൈലാസത്തിലും വിഷ്ണു കടലിലുമാണെന്ന് പറയുകയായിരുന്നു. ഓ, ശിവൻ സാറിന് പുരാണം നന്നായി അറിയാം. പുരാണം മാത്രമല്ല, ചരിത്രവും അറിയാം. കേൾക്കണോ? ശിവനെ ഞാൻ വിളിപ്പിച്ചതെന്തിനാണെന്നറിയാമോ? ക്ഷമിക്കണം, ജ്യോതിഷം പഠിക്കാത്തത് കൊണ്ട് മുഖലക്ഷണം നോക്കി വിവരം മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാ. എന്റെ ഗോഡൌണിൽ സിമന്റ് പൂഴ്ത്തിവെച്ചിരിക്കുന്ന വിജിലൻസിനെ അറിയിച്ച ശിവനല്ലേ? അതെന്റെ ചുമതലയിൽപ്പെട്ട ജോലിയല്ലല്ലോ. പക്ഷെ നാട് നന്നാക്കാൻ വേണ്ടി നീ അത് ചെയ്തു. ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ഇത്രയും കാലം മുതലാളി നാട് നന്നാക്കിയില്ലേ, ഇനി ഇപ്പോൾ എന്നിലൂടെ കുറച്ച് നന്നാവുകയാണെങ്കിൽ അങ്ങ് നന്നായിക്കോട്ടെ. അല്ലേ വെളിച്ചപ്പാടെ? നീ ചൂടാകരുത്, ഇരിക്കൂ. സമാധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്താ വേണ്ടത്? നീ നാട്ടിൽ നിന്ന് പോകണം. ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഈ ഭരണം മുതലാളിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. അനുസരിക്കുക എന്ന സ്വഭാവം എനിക്ക് അശേഷമില്ല. മാത്രമല്ല, പറയുന്നതിനെതിരെ ചെയ്യൂ. എനിക്ക് ഈ നാട്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നിങ്ങളാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നു. വീണ്ടും അനുസരിക്കുക എന്ന് വന്നാൽ, അല്ല, അത് എന്റെ ആദർശത്തിന് കുറച്ചിലല്ലേ? നീ ഒന്നും പറയണ്ട. ഇനി ഇവിടെ ജോലി ചെയ്യേമരുത്. ഈ നാട്ടിൽ നിന്ന് പോയി തന്നാൽ മതി. എന്നോട് ഇവിടെ തന്നെ നിൽക്കണം, ഈ നാട് വിട്ട് പോകരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരുപക്ഷെ പോകുമായിരുന്നു. നിങ്ങൾ പോകണമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പോകുന്നില്ല. ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. ആവണം, എങ്കിലേ നേരിടുന്നതിലൊരു രസമുള്ളൂ. ഏതായാലും ഇനിയും ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. എനിക്കിനി നിന്നെ കാണണ്ട. പക്ഷെ എനിക്ക് കാണണമല്ലോ. വരട്ടെ, ബൈ. അല്ല, വീട്ടിൽ വന്നിട്ട് കാപ്പികളോ വെള്ളങ്ങളോ വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, കുടിക്കാനുള്ളൊരു മൂഡില്ല ഇപ്പൊ. വരട്ടെ. അവന്റെ ധിക്കാരം കണ്ടില്ലേ? നിനക്ക് എനിക്കൊരു ചെറിയ ബുദ്ധി വന്നു. മുതലാളി നോക്കിക്കോ, 1 മണിക്കൂറിനകം അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. സാറേ സാറേ സാറേ, അവിടെ നിന്നൊരു കാര്യം പറയട്ടെ. മുതലാളി അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഉള്ളുകൊണ്ട് എങ്ങനെ ശുദ്ധനാ. ഇതേ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ തങ്കപ്പ, നീ ഒരു പരസഹായം ചെയ്യ്, ശിവനോട് പോകരുതെന്ന് പറയാൻ. നേരോ? അല്ല, നോണ. മാത്രമല്ല, സാറ് നാട് വിട്ടു പോയെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മൾ താമസിപ്പിക്കാനും പറഞ്ഞു. അതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സാറ് പോകരുത്. ഏതായാലും തങ്കപ്പൻ ഇത്ര കാര്യമായി പറഞ്ഞ നിലയ്ക്ക് ഞാൻ പോകുന്നില്ല.